പിടിച്ച് ഉന്തിടുക. ആയി കായ്സ് ആള് വെറ്റേ സമയത്തായി 9 ആയി കൂട്ടുകാരാ, ഞാൻ ഇവിടെ വന്നത് ഒരു കാര്യം പറയണ. അതുകൊണ്ട് ഒരിക്കലും 5 റുപ്യ കൂട്ടി തരൂല. ലൈം പാസ് എന്തിനാണ് ഇന്ന് അനുസരമായ സമരം നടത്താൻ നിങ്ങൾ നാളെ പറയുന്നത്? നിങ്ങൾക്കിപ്പോ 5 റുപ്യ കിട്ടാനിട്ടുള്ള 2 റുപ്യ നിങ്ങൾക്ക് കൊണ്ട് വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റാൻ നിങ്ങൾക്കാവൂല. സീറ്റ് കൊടുക്കണില്ല. നിങ്ങൾ സീറ്റിൽ നിന്ന് പിടിച്ച് നീരിപ്പിച്ച ഉന്തി മറച്ചിടുക. കുപ്പാത്തിന്റെ കോള പിടിച്ചുകൊണ്ട് നിങ്ങൾ വലിച്ച് താഴ്ത്തിക്കിടുന്ന ഒരു കാഴ്ചയല്ലേ കൊലയാളിയായ ബസ്സുകാർ, കൊലയാളിയായ കണ്ടക്ടർമാര് അല്ലേ? അപ്പൊ നിങ്ങൾ എങ്ങനെ? അന്ന് ഞാൻ ബസ്സിൽ പോയപ്പോ കീശ്ശേരി ചില്ലിക്കോട് നിന്ന് ബസ് കയറിയപ്പോ കീശ്ശേരി ചില്ലിക്കോട് എന്ന് മുണ്ടക്കുളത്തുനിന്ന് മുണ്ടക്കല അല്ലേ? അന്ന് ഈ അവിടുന്ന് മുണ്ടക്കലിന് വരുന്ന ബസ് കയറിയപ്പോ അന്ന് നിങ്ങൾ എന്ത് ചെയ്ത്? പിടിച്ചു ഉന്തുന്ന കാഴ്ചയല്ലേ? ഡോറ് വന്ന് പിടിച്ചിരുന്നു കേട്ടിയ, ഡോറിന് പിടിച്ചിരുന്നു. അപ്പോൾ തോളടക്കം പൊട്ടില്ലേ? അപ്പോൾ നിങ്ങൾ ഒരാൾ കേറിയിട്ടില്ല നിങ്ങൾ ചെയ്യേണ്ടത്, ഒരാൾ ഇരുന്നിട്ടല്ലേ. അപ്പോൾ തന്നെ നിങ്ങൾ പിടിച്ച് തള്ളലും ഉന്തിടലും നടക്കുമോ? നിങ്ങൾക്ക് യാത്രക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പൊന്തം വിടില്ലേ കൊലയാളി ബസ്സേരെ അല്ലേ? കൊലയാളി ബസ്സേരെ നിങ്ങൾ പറഞ്ഞേ, നിങ്ങൾ വിദ്യാർത്ഥികളെ കൊല്ലുന്ന കൊലയാളിയാണ്. അതാണ് നിങ്ങളെ പേരെന്താണ്? കൊലയാളി ബസ്സേറ്, ലൈൻ ബസ്. അപ്പം നിങ്ങൾ യാത്രക്കാരെ കാണുമ്പോൾ അവർക്ക് നിങ്ങൾ സീറ്റ് കൊടുപ്പിച്ചു. നിങ്ങൾക്ക് പൈസ കിട്ടുന്ന ആൾക്കാരെ അവർക്ക് സീറ്റ് ഉറപ്പാണ്. സീറ്റിൽ ഇരിക്കുന്ന ആളെ വിദ്യാർത്ഥികളാണെങ്കിലോ ഓരെ പിടിച്ച് നീപ്പിക്കുന്ന, ഒരു കുട നനഞ്ഞാലോ അവരെ നീപ്പിച്ചുന്ന, ഒരു കുട നനഞ്ഞാൽ നിങ്ങൾ ആ കുട നനഞ്ഞാൽ ഒരു വിദ്യാർത്ഥികളെ കുട വലിച്ചെറിയുന്ന ധീരിയല്ല കൊലയാളി അവസരം നിങ്ങൾ ചെയ്ത്. ഞാൻ ബസ്സിൽ പോകത്തണ്ട, ഞാൻ ഈ ലൈൻ ബസ്സിൽ പോയപ്പോൾ അന്ന് മുണ്ടക്കുളം കീശ്ശേരി പഠിച്ചിട്ട് ഞാൻ പോകത്തെന്താ? നിങ്ങൾ ഈ ബസ്സിൽ ഭയങ്കര വിരുഗതി കൊട്ടി കാണിക്കുന്ന നിങ്ങൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പഞ്ചറാക്കുന്ന നിങ്ങൾ ഇടിയാണ്. നിങ്ങളിത്ര കുണ്ടയാണോ? ഞാൻ ചോദിക്കാം, നിങ്ങൾ കുണ്ടയാണോ? നിങ്ങൾ വിദ്യാർത്ഥികളെ ഒരുക്കുന്ന കുണ്ടയാണോ കണ്ടക്ടർമാരായ ബസ്സുകാരെ നിങ്ങളോട് ചോദിക്കുന്നത്? നിങ്ങൾക്ക് ബിഗറയില്ലേ? നിങ്ങൾ അക്രമം ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? കഴിഞ്ഞ മതിയാ? അതെ, നിങ്ങൾ കൊല നടത്തിക്കൊണ്ടിരിക്കുക, നിങ്ങൾ ഉന്തി മറിച്ചിടുക, തള്ളിയിടുക, നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്? ഒരു ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ പിടിച്ച് ഉന്തിയിടുക, ലൈൻ ബസ്സിൽ നിന്ന് നിങ്ങൾ ഒരാൾ ബസ്സിൽ ഇറങ്ങാൻ സമയമില്ല, ഒരു ബസ് നിർത്താൻ സമയമില്ല, അപ്പൊ പിടിച്ച് ഉന്തുക. ഇറങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണില്ല. ഇതാണ് കൊലയാളിയായ ബസ് കണ്ടക്ടർമാർക്ക്. ലഹരിയും കഞ്ചാവ് അടിച്ചെടുക്കുന്ന കണ്ടക്ടർ ഡ്രൈവർമാർക്ക് അവർക്കിപ്പോൾ 5 റുപ്യ വേണം വിദ്യാർത്ഥികൾക്കുന്ന്. അതെ, അവിടെ ഉരുപ്പും പൊളി ഉണ്ടോ? ഉസുറും പൊടിയില്ലാത്ത കണ്ടക്ടർമാർ അവർക്ക് പോരല്ലോ. അവർ ഇവിടെ പറഞ്ഞത് പോരാണ്ടത് നിങ്ങളെ ടാക്സ് കൊടുക്കാൻ പറയും. നിങ്ങളെ ടാക്സ് കൊടുക്കാൻ പറയും. ആ സർക്കാർ പറയേണ്ടത് കേന്ദ്രത്തിൽ പറയും പെട്രോളും ഡീസലും കുറക്കാൻ, അല്ലെങ്കിൽ സംസ്ഥാനക്കാർ പറയും പെട്രോളും ഡീസലും കുറക്കാൻ. അത് ഇവിടെ വന്നിട്ട് വിദ്യാർത്ഥികളോട് ഉന്തി മറിച്ചിടുക, അവരോട് ഉന്തി മറിച്ചിട്ട് തല പൊട്ടിച്ചിട്ട് ഇന്നാളെ ഞാൻ ബസ്സിൽ കയറിയപ്പോൾ നിങ്ങൾ കയറിയ പാട് ഞാൻ കയറിയിട്ടില്ല, അപ്പം തന്നെ ഞാൻ വേഗം ഇട്ടുകൊണ്ട് കയറുന്നുള്ളൂ, അപ്പം തന്നെ ചവിട്ടി മറിച്ചിട്ട് കണ്ടക്ടർമാർ. ഇതല്ലേ ഡ്രൈവർമാർ? അതെ, കൊലയാളിയായ കണ്ടക്ടർമാർ ഉന്തി മറിച്ചിടണ്ട. കണ്ണ് സ്വഭാവം കുറച്ചൊക്കെ രസവും കീർത്തും ഉണ്ടാകണം. അതെ, നീയൊക്കെ പൈസ ഉണ്ടാക്കി ചേലായി, നീയൊക്കെ ആർക്ക് വേണ്ടിയാ? മുതലാളിക്ക് വേണ്ടിയാണ് നീയൊക്കെ ചെയ്യുന്നത്. കേട്ടിയാ അല്ലേ? മുതലാളിക്ക് വേണ്ടിയിട്ടാണ് നീയൊക്കെ ഉണ്ടാക്കുന്നത്. അനക്കൊന്നും ഒക്കണില്ല. അതെ, എനിക്ക് കഞ്ചാവ് ലഹരി അടിക്കാൻ കഴിയില്ലേ? കഞ്ചാവ് ലഹരി അടിക്കണം, മയക്കുമരുന്ന്, എന്നിട്ട് വിദ്യാർത്ഥികളെ നേരെ തട്ടിക്കയറണം.
ആക്രമിക്കണം. യാത്രക്കാരെ കാണുമ്പോൾ എൻ്റെ കണ്ണ് വാരയാണ്. അല്ലേ, യാത്രക്കാരെ വരുമ്പോൾ എൻ്റെ കണ്ണ് വാര. മറ്റുള്ളവർക്ക് പാവപ്പെട്ട വിദ്യാർത്ഥി ഇരിക്കുമ്പോൾ ഓലെ പിടിച്ച് നീപ്പിച്ച തള്ളിയിടുക. അങ്ങനെ ഒരു കുട നഞ്ഞാൽ നീ മറ്റുള്ള പറയുന്നല്ലോ, ഒരു കുട നഞ്ഞാൽ നീ യാത്രക്കാരോട് പെരുമാറുണ്ടോ? ഇല്ല. യാത്രക്കാരോട് പെരുമാറിയാൽ എനിക്കറിയാം നാളെ ബസ്സിൽ കയറൂല കേട്ടിയാ. അതുകൊണ്ടാണ് നീ യാത്രക്കാരോട് ചേർക്കാത്തത്. അതുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികൾ ഇന്ന് താഴ്ന്നു കിടക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന് മിണ്ടാതെ ഒത്തും പറയി വെച്ചിട്ട് നിൽക്കും. അപ്പോൾ യാത്രക്കാരോട് പറഞ്ഞാൽ എൻ്റെ തൊള്ള അടിച്ച് പത്തിരിയാക്കും. അല്ലേ, യാത്രക്കാർ പള്ള അടിച്ച് തൊള്ളയിൻ്റെ പല്ലടക്കം വീടെടുക്കും. യാത്രക്കാരോട് ചലിച്ചാൽ, ബസ് കയറാൻ പോണ യാത്രക്കാരോട് പറഞ്ഞാൽ ബസ് കുട നഞ്ഞിക്കണോ ഇത് വെക്കണ്ട പറഞ്ഞാൽ ഒരാളുടെ പല്ലടിച്ച് താത്തിടും. ധാരെ ഈ കൊലയാളിയായ കണ്ടിട്ടുണ്ട്. ഞാൻ പറയാം, ബാക്കിലെടുക്കുന്ന ഒരാളെ തച്ച് കൊല്ലുന്ന, അല്ലെങ്കിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് അറിയില്ല, കൊലയാളിയായ ബസ്സുകാരനെ പറയാം. കണ്ടക്ടർമാർ, നിങ്ങൾക്കിപ്പോൾ 5 ഉറുപ്പിക ആക്കണം. നിങ്ങളിപ്പോൾ അനുസൃതമായ സമരം നടത്തണം. നിങ്ങളിപ്പോൾ സർക്കാരിന് സമരം നടത്തുക അല്ലേ. നിങ്ങൾക്കിപ്പോൾ 5 ഉറുപ്പിക ആക്കാനായിട്ട് നിങ്ങൾക്കിപ്പോൾ അതിന് വിദ്യാർത്ഥികളെ പഠനം നിങ്ങൾ ഇല്ലാതാക്കുക, അവിടെ പഠിപ്പ് നിങ്ങൾ ഇല്ലാതാക്കുക, അവിടെ നിങ്ങൾ ഈ അനുസൃതമായ സമരം നടത്തി നിങ്ങൾ ഇതിനൊന്നും കഴിയാത്ത പണിക്ക് നിങ്ങൾ നിൽക്കരുത്. കഴിയാത്ത പണിക്ക് ഒരു കണ്ടക്ടർമാരോടാണ് ഈ കഴിയാത്ത പണിക്ക് നിൽക്കരുത്. നിങ്ങൾ ഒരിക്കലും 5 ഉറുപ്പിക ഒരിക്കലും മാറ്റി തരില്ല. അതിന് നിങ്ങൾ വിചാരിച്ചും വേണ്ട. 2 ഉറുപ്പിക വേണമെങ്കിൽ വിദ്യാർത്ഥികളെ കയറ്റിക്കൊണ്ടുപോവുക. ഇല്ല, അവരോട് ചൂടാകാനും തല്ലാനും നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ പിടിച്ചു ഒന്നിടുന്ന, നിങ്ങൾ അവരെ ആക്രമിക്കുന്നതാണ്, ഗുണ്ടായിസമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ കണ്ടക്ടർമാരെ ഗുണ്ടായിസം പിടിച്ചു ഒന്തിടുക, തള്ളിയിടുക, ബസ്സിനെ ചവിട്ടി മറിച്ചിടുക. യാത്രക്കാർ വരുമ്പോൾ അവരോട് സോപ്പിടുക. അവരോട് നിങ്ങൾ നേർക്ക് നിൽക്കുന്നു. വിദ്യാർത്ഥികൾ വരുമ്പോൾ അവരോട് കടിച്ചറിയുന്ന നിങ്ങൾ എന്തിനാ ഇങ്ങനെ മറ്റുള്ള ആൾക്കാരെ പിരാകുന്നത്? അതെ, കരിമ്പ് പൂച്ചാളായ കണ്ടക്ടർമാരവിടെ പിച്ചിട്ടിയ കരിമ്പ് പൂച്ചാളെ, നിങ്ങൾ കരിമ്പ് പൂച്ചാളാണ്. കൊലയാളിയായ കണ്ടക്ടർമാരെ നിങ്ങളോട് പറയാം, നിങ്ങൾക്കിപ്പോൾ 5 ഉറുപ്പിക ആക്കണം. അതിനിപ്പോൾ തരക്കാർ നടക്കൂല. അതിന് KSS ഓടിയാൽ നിങ്ങൾ തന്നാലെ നിന്നോളൂ. അതെ, അതിന് പകരമായിട്ട് 12 വർഷം ഓടിയാൽ മതി. 12 വർഷം ഓടുമ്പോൾ തന്നെ നിങ്ങൾ തന്നാലെ പഠിച്ചോളൂ. നിങ്ങൾ തന്നാലെ നിങ്ങൾ പഠിപ്പിക്കും. ഇല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ അറിയാം. അതുകൊണ്ട് പകലായിട്ട് 12 വർഷം ഓടിയാൽ മതി. നിങ്ങളെ അധികാരം, നിങ്ങൾക്ക് 2 ഉറുപ്പിക പോരാ, നിങ്ങൾക്ക് 5 ഉറുപ്പിക ആക്കണം. നിങ്ങളിവിടെ ആരാ? നിങ്ങൾ ആരോടാ ഈ മൂർച്ച കാണിക്കുന്നത്? ഈ വിദ്യാർത്ഥികളോടോ ഈ മൂർച്ച കാട്ടിയെടുക്കുന്നത്? നിങ്ങൾ മണ്ടിനെ മുന്നിൽ വെക്കാണ്ട് 5 ഉറുപ്പിക ആക്കി തരണം. ഉരുപ്പും പിടിയുണ്ട് നിങ്ങൾക്ക് ചേറ്റ കണ്ടക്ടർമാരെ. അതെ, ഊസലുമില്ലാത്ത കണ്ടക്ടർമാർ ഓർക്ക് 5 ഉറുപ്പിക ആക്കണം. അതെ, കള്ളപ്പഞ്ഞാൾക്ക്. അതെ, 5 ഉറുപ്പിക ആക്കി തരണം. നമ്മുടെ കൈജി 2 ഉറുപ്പിക വാണി പിടിച്ചോ. കൈജി 2 ഉറുപ്പിക വാണി പിടിച്ചോ. വിദ്യാർത്ഥികളോട് നേരിക്ക് പെരുമാറാനും പഠിക്കണം. അല്ലാതെ പിടിച്ചു ഉന്തിയിടുക, ഡോറുമെന്ന് തള്ളിയിടുക, എന്നിട്ട് മുറിയാക്കുക, ഇതൊക്കെയാണ് നിങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഒരിക്കലും നിങ്ങൾക്ക് 5 ഉറുപ്പിക കൂട്ടി തരൂല. അതിന് നിൽക്കും വേണ്ട. നിങ്ങൾ അനുസരിച്ച് സമരം നടത്തിയേ നിങ്ങൾ പോലീസിനോട് അടികൊണ്ട് നിങ്ങൾ ചാവും തീർച്ചയായിട്ടും. കിട്ടിയ അല്ലേ, പോലീസിനോട് നിങ്ങൾ അടികൊണ്ട് ചാകാനുള്ള വിധിയാണ് ആ കൊലയാളിയായ ബസ്സുകാർക്ക് നിങ്ങളോട്. ഓക്കെ, നിങ്ങൾ പോലീസിനോട് അടി വാങ്ങി നിങ്ങൾ തീരും. അവിടാണ് നിങ്ങൾ തുണി പൊന്തിച്ച് പായുന്ന കാഴ്ചയാണ് കൊലയാളിയായ ബസ്സുകാരെ നിങ്ങൾക്ക്. അതിൻ്റെ വിധിയാണ് നിങ്ങൾ അടി കൊണ്ട് ചാവും. നിങ്ങൾക്ക് 5 തരൂല. നിങ്ങൾ നിൽക്കും വേണ്ട. നിങ്ങൾ സമരം നടത്തി നിങ്ങൾ അടി കൊണ്ട് ചാവും.